ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കുംഭമേള വൈറൽ താരം മൊണാലിസയെ അറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ ബോച്ചയില്ലേ, ബോബി ചെമ്മണ്ണൂർ, അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് ആ കുട്ടിയെ കൊണ്ടുവരികയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അത് വളരെ ആഘോഷപൂർവ്വം നമ്മുടെ കേരളക്കരയാകെ ഒന്നാകെ ഏറ്റെടുത്താണ് അല്ലേ? അന്ന് ഹണി റോസിൻ്റെ പ്രശ്നമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പകരം വീട്ടിൽ എന്ന സ്റ്റൈലിൽ അപ്പോഴത്തെ വൈറൽ താരത്തെ കൊണ്ടുവന്ന് ഉദ്ഘാടനമൊക്കെ നിർവഹിച്ച് ഒത്തിരി ആളുകളൊക്കെ പങ്കെടുത്തു. ആ കുട്ടിക്ക് ഒത്തിരി പ്രശസ്തിയൊക്കെ ഉണ്ടായി, അതിലൂടെ കുറച്ച് പണമൊക്കെ കിട്ടി. അപ്പോൾ ആ കുട്ടിയെ എല്ലാ ഉദ്ഘാടനങ്ങൾക്കും ഒക്കെ കൊണ്ടു നടന്നിരുന്ന ഒരു ബോളിവുഡ് സംവിധായകനാണ്. ആ സംവിധായകൻ്റെ പടത്തിൽ ആ കുട്ടി അഭിനയിക്കാൻ പോകുന്നു, പിന്നെ അതിന് അഭിനയം പഠിപ്പിക്കുന്നു, അതിനെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസുകൾ കണ്ടു. ആ സമയത്ത് ഈ സംവിധായകനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഇയാളെ സെറ്റിൽ മദ്യപിച്ച് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്, സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്ന ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളെ വിശ്വസിക്കരുത്, മൊണാലിസയെ അദ്ദേഹം ചതിക്കും എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് വാർത്ത വന്നു. അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കുകയും ഞാൻ അത്രക്കാരനൊന്നുമല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ മോളെ പോലെയാണ് ഈ കുട്ടി, കാരണം കേവലം 14 വയസ്സല്ലേ പ്രായമുള്ളൂ, എന്നെ കണ്ട അത്രയും അല്ല തോന്നുമെങ്കിലും 14 വയസ്സുള്ളൊരു ചെറിയ പെൺകുട്ടി. അപ്പോൾ ആ കുട്ടി അച്ഛനെ പോലെ തന്നെയാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത്. ലോകത്ത് നടക്കുന്ന എന്താണെന്നൊന്നും അതിനറിയില്ല. അപ്പോൾ ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അങ്ങനെ ഒരു ഗൈഡ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുകയല്ലേ, ആ തരത്തിലാണ് ഇദ്ദേഹത്തെ കൂടെ കൂട്ടിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെന്തായാലും നല്ല കാര്യം. കാരണം ഒരു വില്ലേജ് ഗേളാണ്, ലോകത്ത് എന്തെല്ലാം ചതിക്കുഴികളുണ്ട്, എന്തെല്ലാമാണ് നടക്കുന്നതെന്നൊന്നും അതിനറിയില്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടി, അതിൻ്റെ വീട്ടുകാർക്കും അത്തരത്തിലുള്ള അറിവുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിനെ മുന്നോട്ട് നയിക്കാൻ വേണമല്ലോ. പക്ഷേ ഇവരൊന്നും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. പെട്ടെന്ന് വൈറലാകുന്ന ആളുകൾ അതുപോലെ തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്ന, ഒന്നുമല്ലാതായി തീരുന്ന ഒരവസ്ഥ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഈ ബോളിവുഡിൽ തന്നെയുള്ള ഈ റാണു മണ്ഡലിൻ്റെ കേസ് അറിയാം അല്ലേ? റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് പാട്ട് പാടിയിട്ട് നമ്മുടെ കേരളത്തിലെ ചാനലുകളിൽ വരെ വന്ന് ഗസ്റ്റായിട്ട് പാടിയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയോ ആൾക്കാർക്ക്? കാരണം അവർ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അവർ മകളുടെ കൂടെ ഒരു ചെറിയ വീട്ടിൽ കഴിയുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു പാട്ട് പാടാനും വിളിക്കുന്നില്ല, ഒരു പ്രോഗ്രാമിനൊന്നും വിളിക്കാതെ ആ പഴയ അവസ്ഥയിലേക്ക് അവർ തിരിച്ചു പോയി എന്നാണ്. ഒരു വർഷം അവരെ കൊണ്ടു നടന്ന് എല്ലാവരും ആഘോഷിച്ചു, പൈസ ഉണ്ടാക്കേണ്ടവരൊക്കെ പൈസ ഉണ്ടാക്കി, പക്ഷേ അവരൊന്നും സമ്പാദിച്ചില്ല. അവർ അപ്പം വന്ന ആ പ്രശസ്തിയിൽ അവർ ഒരുപാട് അഹങ്കരിച്ചിരുന്നു എന്നൊക്കെയാണ് പിന്നീട് ന്യൂസൊക്കെ വന്നത്. അതുപോലെ പല പല ആളുകളും പെട്ടെന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്ന പല താരങ്ങളും പെട്ടെന്ന് തന്നെ ഒന്നും അല്ലാതായിത്തീരുന്ന ആ പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥ ഉണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ മൊണാലിസയും എത്തിച്ചേർന്നിരിക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ. കാരണം തനിക്ക് കിട്ടിയ പ്രശസ്തി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചിട്ടായിരിക്കണം ഈ സംവിധായകൻ്റെ കൂടെ കൂടിയത്. ആ സംവിധായകനെതിരെയാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നത്. കുറേ കാലമായിട്ട് ഇയാളുടെ കൂടെ ലിവിങ് ടുഗദറിൽ കഴിയായിരുന്നു ആ പെൺകുട്ടി. 3 തവണ ആ കുട്ടി ഇതിനിടയ്ക്ക് ഗർഭിണിയായി. ആ 3 ഗർഭവും ഇദ്ദേഹം അബോർഷൻ ചെയ്ത് കളഞ്ഞു എന്നാണ് ഇപ്പോൾ ആ കുട്ടി പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോലീസുകാർ അന്വേഷിച്ചപ്പോൾ സത്യാവസ്ഥയാണെന്ന് തെളിയുകയും ചെയ്തു. കാരണം ഇയാളുടെ അറിവോടും ഇയാളുടെ മുൻകൈ എടുത്തിട്ടുമാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് 3 അബോർഷൻ നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ പങ്കുണ്ടാവുമല്ലോ, ഇല്ലാതെ ഇപ്പോൾ വേറെ ആരെങ്കിലും ഗർഭം കൊണ്ടുപോയിട്ട് ഇയാളെ കൊണ്ട് അബോർഷൻ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ തെളിവായി വെച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളെ ഇതൊന്നും ബാധിക്കില്ല. അയാൾ മുൻപും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അയാൾ കാശൊക്കെ മുടക്കി എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തിറങ്ങി വരും, ഒതുക്കി തീർക്കുകയൊക്കെ ചെയ്യും. ഒരു ഭാവിയുള്ള കുട്ടി എന്നുള്ള നിലയ്ക്ക് മൊണാലിസയുടെ ഭാവി ഇവിടെ തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പഴയ ആ മാലക്കച്ചവടത്തിലേക്കും പഴയ ആ ജീവിതത്തിലേക്കും ആ കുട്ടിക്ക് തിരിച്ചു പോവേണ്ടി വരും. കേവലം 14 വയസ്സുള്ള പെൺകുട്ടിയാണ്, അതിന് ഏതാണെന്നൊന്നും അറിയില്ല, അതിന് ഗൈഡൻസ് കൊടുക്കാൻ വന്ന ആളാണ് എന്നൊന്നും ആളുകൾ വിലയിരുത്തില്ല. ആളുകൾ എന്താ ചിന്തിക്കുക, ഇത്രയും കാലം ഈ പെണ്ണിനെയും കൊണ്ട് നടക്കുകയായിരുന്നില്ലേ അയാൾ, അപ്പോൾ അതിനെ ഇതുപോലെ എന്തെങ്കിലും മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത്തരം സ്വഭാവമുള്ളൊരു വ്യക്തിയല്ലേ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ ഈ കുട്ടീനെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ, ഭാവിയിൽ ഇവൻ ചെയ്തു വെച്ച എന്തെങ്കിലും കാര്യം ഞങ്ങളുടെ തലയിലാവുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടും ഇയാളുടെ ചീത്തപ്പേര് ഈ കുട്ടിയും കൂടി ബാധിച്ചത് കൊണ്ടും പലരും ഇനി അതിനെ വിളിക്കാൻ പഠിക്കും. സ്വാഭാവികമായിട്ടൊരു പ്രോഗ്രാമിനെ വിളിക്കുകയോ ഒരു പ്രോഗ്രാം ഉണ്ടാവുകയോ ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഇയാളായിരുന്നു. ഇയാളിലൂടെയായിരുന്നു എല്ലാ കാര്യങ്ങളും ആ കുട്ടി ഡീൽ ചെയ്തിരുന്നത്. ഇയാളൊരു സുപ്രഭാതത്തിൽ അറസ്റ്റിലാവുമ്പോൾ അതെല്ലാം അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അടുത്തൊരാൾക്ക് കൈമാറാനോ പറഞ്ഞു കൊടുക്കാനോ വേറൊരാൾ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നോട്ടുള്ള വഴി തികച്ചും അടഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം തന്നെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ട് ഈ കുട്ടിയെക്കുറിച്ചിട്ടാണ് മോശം വർത്താനം പറയുന്നത്.
കാരണം പല യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുമ്പോൾ തമ്പനയിൽ ഇടുന്നത് ഈ മൊണാലിസയെ ഇദ്ദേഹം പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നൊരു ലൈനിലാണ് തമ്പനയിൽ ഇടുന്നത്. അതിന് പ്രധാന കാരണം വ്യൂസ് തന്നെയാണ്. വ്യൂ കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. കാരണം മൊണാലിസ എന്ന പേര് കേൾക്കുമ്പോൾ, പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അന്നേ ചിന്തിച്ചതാണല്ലോ, പറഞ്ഞതാണല്ലോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ആളുകൾ കയറി നോക്കും. വേറൊരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അത്ര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഈ കുട്ടിയുടെ പേര് പറയുമ്പോൾ കയറുന്ന അറിയാവുന്നതുകൊണ്ട് പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഇടുന്നത്. അപ്പം പല വീഡിയോകൾക്കടിയിലും പല ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. കാര്യം ഒന്നും പേർക്ക് അറിയില്ല. ഈ തമ്പനയിൽ മാത്രമേ കാണുന്നുള്ളൂ, വീഡിയോ മുഴുവനായിട്ട് കാണില്ല പല ആൾക്കാരും. എന്നിട്ട് തമ്പനയിൽ കണ്ടിട്ട് വന്നിട്ട് അടിയിൽ കമൻ്റ് ഇട്ട് ചോദിക്കുന്നത് എന്താണ്, 1-2 മാസമല്ലേ ആയിട്ടുള്ളൂ ഈ കുട്ടിയെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്, അതിന് മുമ്പ് 3 തവണയൊക്കെ അബോർഷൻ ആക്കിയോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് ഈ അബോർഷൻ ആക്കിയത് ഈ മൊണാലിസയാണ് എന്നുള്ള തരത്തിലാണ്. അതൊരു കൊച്ചു പെൺകുട്ടിയാണെന്ന് പോലും ചിന്തിക്കാതെയാണ് പലരും ഇത്തരത്തിൽ കമൻ്റ് ഇടുകയും വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിനെക്കുറിച്ചിട്ട് എന്തെല്ലാം തരത്തിലുള്ള ഗോസിപ്പുകളാണ് ഇറങ്ങാൻ പോകുന്നറിയോ? ഈ സംവിധായകനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അയാളൊക്കെ ഈസി ആയിട്ട് ഇറങ്ങിപ്പോരും. പക്ഷേ ആരും സഹായത്തിനും ഒന്നുമില്ലാത്ത നിഷ്കളങ്കരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ, ഇമാതിരിയുള്ള ആളുകളുടെ കയ്യിൽ പോയി പെട്ടിട്ട് അവരുടെ ഉണ്ടായിരുന്ന ജീവിതം കൂടി തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അവർ സമാധാനപരമായി മാലയൊക്കെ വിറ്റിട്ട് സ്വസ്ഥമായി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അവർ ഈ സെലിബ്രിറ്റി പരിവേഷത്തിലേക്ക് എത്തിച്ചു ആളുകളെല്ലാം കൂടിയിട്ട്. എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് താഴെ ഇടുകയും ചെയ്തു. ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് അവരെ പൊക്കിക്കൊണ്ടുവന്നത്. അതേ സോഷ്യൽ മീഡിയ തന്നെയാണ് അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയിട്ട് അവരെ ചവിട്ടി തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രശസ്തിക്ക് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ എന്തിനും വഴങ്ങി കൊടുക്കുന്ന ഒരു കുട്ടിയായിട്ട് അതിനെ പല ആൾക്കാരും ഇപ്പോൾ അങ്ങനെ ഒരു ഇതാക്കി തീർക്കുകയാണ്. എത്ര മോശമാണ്. പക്ഷേ നമ്മുടെ ആളുകൾ അങ്ങനെ തന്നെയാണ്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരാളുടെ അഭിപ്രായം ആയിരിക്കുമല്ലോ മറ്റൊരാൾക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാവി അടഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സംവിധായകൻ കാരണം ഉയർന്നു വരും എന്ന് കരുതിയിരുന്ന ഒരു പെൺകുട്ടി ആ സംവിധായകൻ കാരണം തന്നെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാതിരിക്കാൻ വയ്യ.